വൈദ്യുതി ബോർഡിന്റെ എതിർപ്പ് മറികടന്ന് മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കവുമായി സർക്കാർ 25 വർഷത്തേക്കു കൂടി കരാർ നീട്ടിക്കൊടുത്തു. മണിയാർ പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കം. പദ്ധതി ഏറ്റെടുത്തില്ലെങ്കിൽ പ്രതിവർഷം ശരാശരി 18 കോടി രൂപയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാകുക. മണിയാറിൽ 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കായി 1991 മെയ് 18-നാണ് KSEBയും കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ വ്യവസ്ഥ പ്രകാരം 30 വർഷത്തേക്ക് കരാർ ഒപ്പിട്ടത്. 1994-ൽ ഉൽപ്പാദനവും തുടങ്ങി. ഈ വർഷം ഡിസംബറിൽ കരാർ കാലാവധി പൂർത്തിയായി. കരാർ കാലം കഴിഞ്ഞാൽ ജനറേറ്റർ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളടക്കം സംസ്ഥാനത്തിന് കൈമാറണമെന്നായിരുന്നു വ്യവസ്ഥ. പദ്ധതി ഏറ്റെടുത്ത് കൈമാറണമെന്ന് കാണിച്ച് KSEB ഊർജ്ജ വകുപ്പിന് കത്തയച്ചു. പ്രതിവർഷം 3 കോടിയിലേറെ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മണിയാർ പദ്ധതി വഴി ഏറ്റവും കുറഞ്ഞത് 18 കോടി രൂപയുടെ ലാഭം വൈദ്യുതി ബോർഡിന് ലഭിക്കുമായിരുന്നു. ഇത് വൈദ്യുതി ബോർഡിന്റെ വാർഷിക വരവ് ചെലവ് കണക്കിൽ ഉൾക്കൊള്ളിച്ചാൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതേസമയം വൈദ്യുതി വകുപ്പും വ്യവസായ വകുപ്പും തമ്മിലുള്ള തർക്കമാണ് മണിയാർ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയിലെ അനിശ്ചിതത്വത്തിന് കാരണം. ജനം, തിരുവനന്തപുരം.